കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകന് ഇഡി അയച്ച സമൻസിന്റെ പകർപ്പ് പുറത്ത് 2023 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വിവേക് കിരണിന് ഇഡി സമൻസ് അയച്ചത്. എന്നാൽ വിവേക് ഹാജരായില്ലെന്നും തുടർ നടപടികളിൽ ഇഡി മൌനം പാലിച്ചെന്നും രേഖകളിലുണ്ട്. ഇഡിയുടെ പിന്മാറ്റം ദുരൂഹമെന്നും ബിജെപി സിപിഎം ഡീലിന്റെ ഭാഗമെന്നും കോൺഗ്രസ് ആരോപിച്ചു. വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ലക്ഷ്യം മുഖ്യമന്ത്രിയാണെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. 2023 ഫെബ്രുവരി 14 ഇഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടായിരുന്നു പിണറായിയുടെ മകൻ വിവേകിന് സമൻസ്. ഇഡി സമൻസ് അയച്ചതാകട്ടെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെ വിലാസത്തിലും. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതി ക്രമക്കേടുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിന്റെ തുടർച്ചയാണ് സമൻസ് എന്നാണ് സൂചന. കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിലെ 9ാം വകുപ്പിലെ 2, 3 ഉപവകുപ്പുകൾ പ്രകാരമാണ് വിവേകിന് സമൻസ് അയച്ചത്. സ്വന്തം പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്വത്ത് വകകളുടെ വിവരങ്ങൾ ഹാജരാക്കണമെന്നും സമൻസിൽ നിർദ്ദേശമുണ്ടായിരുന്നു. വിവേകിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട അതേ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ എം ശിവശങ്കറിനെ ഇഡി അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിന് ഹാജരാകാതിരുന്ന വിവേകിനെതിരെ പിന്നീട് ഇഡി എന്തു തുടർ നടപടി സ്വീകരിച്ചു എന്നതിലും വ്യക്തതയില്ല. ഇക്കാര്യത്തിൽ ഇഡി തന്നെ മറുപടി പറയണമെന്ന് എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ. കേരളത്തിലെ ഒരു കുട്ടി അറിയാതെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുഖ്യമന്ത്രിയുടെ മകന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഒരു നേതാവിനോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ ഇന്ത്യയിലെ ഏതെങ്കിലും നേതാവിനോ നോട്ടീസ് അയച്ചാൽ ഇഡി തന്നെ അത് പത്രപരസ്യം കൊടുക്കുന്ന പോലെ പബ്ലിഷ് ചെയ്യും. തുടർ അന്വേഷണം ഉണ്ടാകാതിരുന്നത് സിപിഎം ബിജെപി ഡീലിന്റെ ഭാഗമെന്നും തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ ഉപകാര സ്മരണയെന്നും കോൺഗ്രസ് നേതാവ് അനിൽ അക്കര ആരോപിച്ചു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മകനെ നോട്ടീസ് കൊടുത്തിട്ട് ആ കേസിൽ എന്തുകൊണ്ട് തുടർ നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളത് കേന്ദ്ര സർക്കാരും നിർമ്മലാ സീതാരാമനും ഇതിന്റെ മറുപടി പറയണം. വാർത്തയ്ക്ക് പിന്നിൽ ഗൂഢാലോചന എന്നായിരുന്നു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം. എന്തെങ്കിലും കഴമ്പുള്ള ഒരു കേസായിരുന്നുവെങ്കിൽ 1.5 വർഷത്തിലധികമായി ഇഡി വെറുതെ ഇരിക്കുമായിരുന്നു. രാഷ്ട്രീയ ഗൂഢാലോചന ഇവിടെയാണ് നമ്മൾ ഇതിന് പിന്നിലെ ഗൂഢാലോചന തിരിച്ചറിയേണ്ടത്. ആരോപണങ്ങളിൽ ഇതുവരെ സിപിഎം നേതൃത്വമോ മുഖ്യമന്ത്രിയോ മറുപടി പറഞ്ഞിട്ടില്ല. മീഡിയ 1 തിരുവനന്തപുരം.